അപ്പോൾ ഗൈസ് ഇന്നാണ് നമ്മുടെ ലാസ്റ്റ് ഡേ അറ്റ് മണാലി. ഇന്നിപ്പോൾ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്നിട്ട് നമ്മുടെ ഐറ്റിനറി എന്ന് പറയുന്നത് ജോഗിനി ഫോൾസിൽ പോകണമെന്നാണ് വിചാരിക്കുന്നത്. ബട്ട് എൻ്റെ ഹസ്ബൻഡിനെ ചെറുതായിട്ട് പനിയുള്ളത് കൊണ്ടും അറിയില്ല, എങ്ങനെയാണ് നോക്കട്ടെ, അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം. നമ്മളിപ്പോൾ ചെക്ക് ഔട്ട് ചെയ്യും. ഇന്ന് വൈകുന്നേരമാണ് നമ്മൾ തിരിച്ച് ഡൽഹിയിലേക്ക് പോകുന്നത്. അപ്പോൾ അതാണ് ഇനി ബാക്കി ഫൈനൽ സെറ്റിൽമെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിൽക്കുവാണ്. ഞങ്ങളുടെ ക്യാബ് ഡ്രൈവർ ഇപ്പം എത്തും. അപ്പോൾ ഇനി ബാക്കി എന്തൊക്കെയാണെന്ന് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ അവിടെയുള്ള എല്ലാവർക്കും യാത്രയൊക്കെ പറഞ്ഞതായി ഇറങ്ങുകയാണ് കേട്ടോ. ഇനി നമ്മൾ തിരിച്ച് റിസോർട്ടിലേക്ക് വരുന്നതിനാന്ന് വെച്ചാൽ നമ്മുടെ ലഗേജൊക്കെ അവിടെ തന്നെ വെച്ചിരിക്കണം. അത് നമ്മൾ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമേ വരുള്ളൂ. പിന്നെ നമ്മൾ ഡ്രോപ്പ് ചെയ്യേ വരും. അങ്ങനെയാണ് കേട്ടോ നമ്മുടെ പാക്കേജിലുള്ളത്. ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി ജോഗിനി വാട്ടർഫോൾസ് കാണാൻ പോകാന്നുള്ളതാണ് കേട്ടോ. ട്രക്ക് ചെയ്തിട്ട് വേണം പോകാൻ. 96 മൂവിയിലെ വിജയ് സേതുപതിയുടെ ദ ലൈഫ് ഫ്രോം എന്നുള്ള സോങ് ഉണ്ടല്ലോ, അത് കാണുമ്പോഴുള്ള ആഗ്രഹമാണ് ഈ വെള്ളച്ചാട്ടം കാണാൻ പോകണം എന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. ആക്ച്വലി ഇത് പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ല, നമ്മളിത് കസ്റ്റമൈസ് ചെയ്തതാണ്. 3 days ആണ് നമ്മുടെ പാക്കേജ്. നമ്മൾ 4 days ആക്കി എക്സ്റ്റെൻഡ് ചെയ്തതാണ്. നമ്മൾ മെയിൻ റോഡിൽ നിന്ന് റൈറ്റിലേക്കുള്ള ഒരു ഷോർട്ട് കട്ട് വഴിയിലൂടെ കയറി. ഓക്കെ, ഇനി നമ്മൾ നടന്നു പോകണമെന്നാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറയുന്നത്. എന്താണ് പറഞ്ഞത്? ആയിക്കോട്ടെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. നമ്മൾ ഈ മല കയറണം ഗൈസ്, എന്നാലേ ജോഗിനി വാട്ടർഫോൾ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ നമ്മളിവിടെ ഇറങ്ങാൻ പോവാണ്. ഇനി നടക്കണം. 1.5 kilometer എന്നാണ് പറഞ്ഞത് കേട്ടോ. അറിയില്ല എത്ര കിലോമീറ്റർ ഉണ്ട് കറക്റ്റ് എന്നുള്ളത്. നടന്നു നോക്കിയാൽ തന്നെ അറിയുള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങളിതാ ഇനി നടന്ന് ജോഗിനി വാട്ടർഫോൾസിലേക്ക് പോവാണ്. അപ്പോൾ നമ്മളിതാ ഇവിടെ ഇറങ്ങി ഇനി ഇങ്ങനെ നടന്ന് അതെ, വെള്ളം വാങ്ങിക്കണം. എടാ, കടയിൽ നിന്ന് വെള്ളം വാങ്ങിച്ചാലോ? കുടിക്കാം. ഈ മലയുടെ എവിടെയാണ് ഗൈസ് ജോഗിനി വാട്ടർഫോൾ? ആ ഇടുക്കിലാണെന്ന് തോന്നുന്നു, കാണുന്നില്ല. ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി ഇവിടെയുള്ള കടയിൽ കയറിയതാണ്. എനിക്ക് ചായ. ഇവിടുത്തെ ചായ മാഗി ഒന്നും രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. ഉയരം കൂടും തോറും ചായയുടെ ടേസ്റ്റും കൂടും മാഗിയുടെ ടേസ്റ്റും കൂടും എന്ന് പറയുന്നത് സത്യമാണ്. ഏറ്റവും കൂടുതൽ കാണുന്ന സാധനങ്ങളാണ് മാഗി. വെയിറ്റ് അടുപ്പിക്കുന്നതാണ് ഈ കഴുത കുട്ടികളിനെ കൊണ്ടൊക്കെ. ഇത് കഴുതയാണോ കോവർ കഴുതയാണോ? മിക്സാണ് തോന്നുന്നു. ഇതാണ് നമ്മുടെ ജോഗിനിയിലേക്കുള്ള വഴി. നടന്നാണ് നമ്മൾ അവിടെ എത്തണം. 1.5 kilometer ട്രക്ക് ചെയ്യാനുണ്ടെന്നാണ് പറഞ്ഞത്. അതല്ല, നമ്മൾ ഈ നടക്കുന്ന വഴി എന്ന് പറയുന്നത് മണാലിയിലെ ലോക്കലായിട്ട്, അതായത് അവിടുത്തെ ആളുകൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ഇടയിൽ കൂടെയുള്ള കുഞ്ഞു കുഞ്ഞു വഴികളൊക്കെയാണ്. അപ്പം എന്താ വെച്ചാൽ അവിടെയുള്ള ആളുകളുടെ ജീവിതം, അതുപോലെ തന്നെ അവരുടെ വീടുകൾ, അവർ ചെയ്യുന്ന ഡെയിലി ആക്ടിവിറ്റീസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെ അവിടെ ഒരുപാട് ലോക്കലായിട്ടുള്ള സ്ത്രീകൾ അവരുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കണത്. അധികവും അവരുടെ ട്രഡീഷണൽ വെയേഴ്സിലാണ് അധികം ഞാൻ സ്ത്രീകളെ കണ്ടിട്ടുള്ളത്. അമ്മൂമ്മമാർ, നല്ല പ്രായമുള്ള അമ്മൂമ്മമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ അതുപോലെ തന്നെ കച്ചവടം ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര ഭംഗിയുള്ള വഴിയാണ് കേട്ടോ. പോകുന്ന വഴിയൊക്കെ എന്ത് രസമാണെന്നറിയോ? ഈ കാണുന്നതാണ് നമ്മുടെ വെള്ളച്ചാട്ടം. ഒരു ചെറിയ വെള്ളവര പോലെ കാണുന്നുണ്ടോ? അങ്ങോട്ടേക്ക് നമ്മൾ നടന്നെത്തണം. വീഡിയോ ഓൺ ചെയ്യാതെ നിർത്തണ്ട്. ഇതിവിടുത്തെ ലോക്കലായിട്ടുള്ളൊരു ചേച്ചിയാണ്. അത് നിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വൂളൻ ക്ലോത്ത്സ് ഒക്കെ, കുഞ്ഞി അതുപോലെ സോക്സ്, ക്യാപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഭയങ്കര ഭംഗിയുള്ള കാഴ്ചകളാണ് വഴിയൊക്കെ കാണാനുള്ളത്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇത്രയും കയറി വന്നു. നമ്മൾ അവിടെ നിന്നാണ് കയറിയത്. അവിടെ നിന്ന് നല്ല രസമുണ്ട്.
അതെ അതെ, സുഖം കൊണ്ട് വയ്യ. ഇനി അതാ അത്രയും കൂടെ കയറാനുണ്ട്. അതെ, പോയി നോക്കാം. എവിടെ മാളു? ക്ഷീണിച്ചിരിക്കുന്ന മാളുവിനെ കണ്ടേ. ഒരു ഗ്യാപ്പ്. അങ്ങനെ കയറി കയറി ക്ഷീണിച്ച് ഞങ്ങളൊരു സ്ഥലത്ത് ഇരുന്നു കേട്ടോ. എന്താ പറയാ, ആകെ കുറച്ചിരിക്കാനുള്ള സ്ഥലം. ഇവിടെയൊക്കെ അങ്ങനെ തെന്നുന്ന പോലത്തെ സ്ഥലങ്ങളാണ്. ബട്ട് സ്റ്റിൽ ഞങ്ങളുടെ ഇരുന്നു. വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, അത്രയും വയ്യായിരുന്നു കയറിയിട്ട്. പിന്നെ ഈ ഓൾട്ടിറ്റ്യൂഡുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ ശ്വാസം കിട്ടാൻ കുറച്ച് പാടുണ്ട്. ബട്ട് സ്റ്റിൽ മരങ്ങളുള്ളതുകൊണ്ട് ഓക്കെ. കുറെ തമിഴന്മാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, മലയാളികൾ കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടേക്ക് വരാനൊരു 2-3 വഴികളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ വന്ന വഴി അല്ലാണ്ടും വേറെ വഴികളുണ്ട്. അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ കുറച്ച് നിരപ്പിലുള്ള വഴികളിൽ എത്തി. ഗൈസ്, ശ്വാസം കിട്ടുന്നില്ല. എങ്ങനെയുണ്ടായിരുന്നു മാളു? ഞങ്ങളിത് അവിടെ നിന്നാ കയറി വരുന്നേ. ഇനി കുറച്ചുള്ളൂ എന്നാണ് വിചാരിക്കണേ, അറിയില്ല. പോയി നോക്കാം. ഈ ജോഗിനി വാട്ടർഫോൾസ് സ്ഥിതി ചെയ്യുന്നത് വസിഷ്ഠ വില്ലേജിന് അടുത്തായിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഒരു വസിഷ്ഠ ടെമ്പിൾ ഉണ്ട് താഴെ. അതിനടുത്ത് നിന്നാണ് മെയിൻ ട്രക്കിംഗ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലാണ്ട് വേറെയും കുറേ സ്റ്റാർട്ടിംഗ് പോയിന്റ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ വേറെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഫൈനലി നമ്മൾ എത്തിയിരിക്കുന്നു ഗൈസ്. അതുപോലെ തന്നെ ഈ വെള്ളച്ചാട്ടം ഒരു 150 feet ഹൈറ്റിൽ നിന്ന് ഡിഫറെൻറ്റ് ലെയേഴ്സ് ആയിട്ടാണ് ഫോളോ ചെയ്തുകൊണ്ട് താഴേക്ക് എത്തുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴികളിലായാലും ഭയങ്കര ഭംഗിയുള്ള കാഴ്ച. പൈൻ ഫോറസ്റ്റും ഈ ഭാഗത്തല്ല, നമ്മൾ ഇറങ്ങുന്ന ഭാഗം പൈൻ ഫോറസ്റ്റ് കൂടിയാണ് ഇറങ്ങുന്നത്. അതിലേയും കയറി വരാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് താഴോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള വ്യൂ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. നീ ഫ്രണ്ടിലായിരുന്നു, അതിന്റെ കൂടുതലായിരുന്നു. 2 പട്ടികൾ ഒരുമിച്ച് പോകുന്ന അതുൽഭ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, ബാക്കിലുണ്ട് 2 ഇതാണ് ഞാൻ പറഞ്ഞ വ്യൂ കേട്ടോ. അടിപൊളി വ്യൂ ആണ്, ഭംഗിയൊന്നും അവിടെ പോരാൻ തോന്നുന്നുണ്ടായില്ല. കുറേ നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അഖിൽ സാർ, നമ്മളിവിടുന്ന് മേളുന്ന ഒരു ചായയൊക്കെ മേടിച്ചു കേട്ടോ. അവിടെ ഒരു പ്രായമുള്ളൊരു അമ്മൂമ്മ ലോക്കലാണ്. അവർ ചായ വെക്കുന്നുണ്ടായിരുന്നു. അവരെങ്ങനെ അങ്ങോട്ടേക്ക് കയറി വന്നെന്നായിരുന്നു കേട്ടോ ഞങ്ങളൊക്കെ ആലോചിച്ചത്. പിന്നെ ഈ ഒരു ജോഗിനി വാട്ടർഫോൾസിന്റെ വേറൊരു സ്റ്റോറി എന്ന് പറയുന്നത്, അക്കോർഡിംഗ് ടു മിത്തോളജി, ഇവിടെ താഴെ ഒരു ടെമ്പിൾ ഉണ്ട്, ജോഗിനി മാതാ ടെമ്പിൾ. അവിടുത്തെ ദേവി കുളിക്കുന്ന സ്ഥലമാണ്, അത്രയും സേക്രഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണെന്നും ഈ ഒരു സ്ഥലത്തിന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട്. നമ്മളങ്ങനെ ഏറ്റവും മുകളിലെത്തിയിരിക്കുന്നു ജോഗിനി വാട്ടർഫോൾസ്. അതെ, വേറൊരു കോമഡി എന്താന്ന് വെച്ചാൽ ഈ ഭാഗത്തേക്ക് കയറി വരാൻ പാടില്ല എന്നുള്ള ബോർഡ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആ ബോർഡ് കണ്ടില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് കയറി ചെന്നു എന്നുള്ളത് വേറൊരു സത്യം. ബിക്കോസ് അവിടെ തിന്നുന്ന സ്ഥലങ്ങളാണ്, അതുകൊണ്ട് തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പം എന്താ വെച്ചാൽ അങ്ങോട്ട് പോകാൻ പാടില്ല. പക്ഷെ നമ്മൾ അറിഞ്ഞില്ലായിരുന്നു, കണ്ടില്ല ആ ബോർഡ് അവിടെ ഉള്ളത്. അപ്പം ഇങ്ങോട്ട് വരുന്നവർ ഉള്ളിലേക്ക് പോയിട്ട് സാഹസം കാണിക്കാണ്ടിരിക്കുക, ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ കയറുകയാണെങ്കിൽ തന്നെ. ബിക്കോസ് നന്നായിട്ട് തിന്നുന്ന സ്ഥലങ്ങളാണ്. ഞങ്ങളൊന്നും ഇപ്പുറത്തേക്കൊന്നും വന്നില്ല കേട്ടോ. നമുക്ക് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകാനൊക്കെ പറ്റും, പക്ഷെ നല്ല തിന്നലും പ്രശ്നങ്ങളൊക്കെയാണ്. അവിടെ നിന്ന് അങ്ങനെ പയ്യെ ഞങ്ങൾ തിരിച്ചിറങ്ങി ഞങ്ങളെ മോൾ റോഡ് കൊണ്ടുപോയിട്ടു കേട്ടോ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ. ഇനി ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പോൾ നമ്മളെ പിക്ക് ചെയ്യാൻ വരും. ഇവിടുന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു, മോമോസ്, പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്ന് എൻജോയ് ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ് ഗൈസ്. അങ്ങനെ ഞങ്ങളിതാ ഗൈസ് ബസ് കയറാൻ വേണ്ടിയിട്ട് ഇപ്പൊ പതുക്കെ കഴിച്ചാ മതി, തിരക്കൊന്നുമില്ല. അപ്പൊ ഞങ്ങള് ബസ് കയറാൻ വേണ്ടിട്ട് ഇവിടെ പോകുമ്പോ ബസ് സ്റ്റോപ്പിൽ വന്നതാണ്.
അപ്പോൾ ഇതാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു ഷോപ്പിൽ, ഒരു സ്ട്രീറ്റ് ഷോപ്പിൽ കയറി. നല്ല ആലു പറാത്ത, അതുപോലെ മോമോസ്, ടീ ഒക്കെ മേടിച്ചിട്ടുണ്ട്. അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിച്ചിട്ട് ഒരു 8:30 ആകുമ്പോൾ നമ്മുടെ ബസ് വരും. എന്നിട്ട് ഞങ്ങൾ പോവും ഡൽഹിയിലേക്ക്. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ ഡൽഹിയിലെത്തിയിട്ട് കാണിച്ചു തരാം. ഇവിടെ വയറിൽ കോഴിക്കുട്ടികളുടെ 3 പേരാണ് എൻ്റെ കൂടെ ഉള്ളത്. അടുത്ത സെറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവർ പുഴുങ്ങിയ മുട്ട മേടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ മണാലിയിൽ നിന്നും ബസ് കയറി പോവാണ് ഗൈസ്. പാവിൻ്റെ ഭർത്താവിന് പനി പിടിച്ചതാ, മുടി കിട്ടിയിരിക്കുന്നു. യു പി മാളും ഓക്കെ, യു പി ഉറങ്ങി, മാളോടെ ഫോൺ നോക്കിയിരിക്കുന്നു. ബൈ ബൈ മണാലി. അങ്ങനെ നമ്മൾ ഡൽഹി എത്തി ഗൈസ്. ഏത് സിനിമയിലായിരുന്നു കൊച്ചി എത്തി എന്ന് പറയണത്? പുലിവാൽ കല്യാണത്തിന്. അതുപോലെ നമ്മൾ ഡൽഹി എത്തിയിരിക്കുന്നു. നാറിയിട്ട് പാടില്ല. ഓ മൈ ഗോഡ്. ഇവിടുന്ന് നമ്മളെ ഡ്രൈവർ വന്ന് പിക്ക് ചെയ്തു, നമ്മളെ ഹോട്ടലിലേക്ക് കൊണ്ടുപോയി. നമ്മൾ ഫ്രഷായി അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടാണ് തിരിച്ചിറങ്ങുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങി കേട്ടോ. ഒരു 12:30 ആയപ്പോൾ വണ്ടി വന്നു. ഇവിടെ നിന്ന് അടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷൻ. ഇനി നമ്മൾ 1:30 ആകുമ്പോൾ ട്രെയിന്. അപ്പോൾ ദാ നേരത്തെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി വെയിറ്റ് ചെയ്യാണ്. ഇനി ട്രെയിൻ വന്നിട്ട് പോണം. സമ്പർക്രാന്തിയാണ് കേട്ടോ നമ്മുടെ ട്രെയിന്. സോ നമ്മുടെ ട്രെയിൻ വന്നു ഗൈസ്. നമ്മൾ തിരിച്ചു പോവാണ് കേരളത്തിലേക്ക്. സൺഡേ നമ്മൾ നാട്ടിലെത്തും. ബൈ ബൈ. ഇതാണ് നമ്മുടെ 2 ടയർ കോച്ച്. 2 സീറ്റ്. നിങ്ങൾക്ക് കറക്റ്റ് 4 പേർക്കും ഒരു കുപ്പ കിട്ടി. എന്തൊക്കെയോ ചുറ്റും കിടക്കുന്ന 20 ഏക്കർ സ്ഥലത്തിന്റെ ഓണറായിരിക്കും ചിലപ്പോൾ ആ വീട്ടിൽ താമസിക്കുന്നത്. നമ്മളിപ്പോൾ ഈ പാസ് ചെയ്യുന്ന രാജസ്ഥാനിൽ കൂടിയാണ് കേട്ടോ. കിഡിലൻ സൺസെറ്റ് ആയിരുന്നു, ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ് ഞങ്ങളിതാ മഡ്ഗാവിലെത്തി. ഞങ്ങളൊരു പിസയൊക്കെ മേടിച്ച് നമ്മൾ സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്യുകയും ചെയ്തു. ഫുഡ് അധികമൊന്നും ട്രെയിനിൽ നിന്ന് കഴിച്ചിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ട്രെയിനിൽ നിന്ന് കഴിച്ചു. ബ്രെഡ് ഓംലെറ്റ്. ലഞ്ച് നമ്മൾ കഴിച്ചില്ലല്ലോ, നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ വൈകുന്നേരം മഡ്ഗാവിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. ഇനിയിപ്പോൾ നാളെ മോർണിംഗ് ആകുമ്പോൾ നമ്മൾ നാട്ടിലെത്തും. മാളു, എങ്ങനെയുണ്ടായിരുന്നു ട്രെയിൻ യാത്ര? ഇരുന്ന് മടുത്തുന്നു. പക്ഷെ ഞങ്ങൾ 4 പേര് മാത്രമായതുകൊണ്ട് തന്നെ ഇത് വലിയ കുഴപ്പമുണ്ടായില്ല കേട്ടോ. നമുക്ക് നമ്മൾ അതെ കംഫർട്ടബിൾ ആയിരുന്നു. വേറെ ആൾക്കാരും കൂടി ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് ബുദ്ധിമുട്ട്. അതെ, ഒരേ ഇതിൽ ഒരു ക്യാബിനിലായോണ്ട് ഒരു 5:30 ഒക്കെ ആയപ്പോൾ നമ്മൾ ഷൊർണൂർ എത്തി. അപ്പോൾ അവർ യു പി മാളും അവിടെ ഇറങ്ങിയിട്ട് അവർ പാലക്കാട്ടേക്കാണല്ലോ പോകുന്നത്, വീട്ടിലേക്ക്, മണ്ണാർക്കാട് യു പിയുടെ വീട്ടിലേക്ക്. നമ്മൾ എറണാകുളത്ത് തന്നെ നോക്കൂ. നമ്മളെത്താറയും ആലുവയ്ക്ക് കഴിഞ്ഞിടാം. സൗത്തിലാണ് ഇതിന് സ്റ്റോപ്പ് ഉള്ളത്. അപ്പോൾ അത് 8:30 ആയപ്പോഴത്തേനും ഞങ്ങൾ എറണാകുളത്ത് എത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ മണാലി വ്ലോഗ്.